അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വഈസാ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാന വആതൈനാ ദാവൂദ സബൂറാ വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസാ തക്ലീമാ റസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ വകാനല്ലാഹു അസീസൻ ഹകീമാ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ വിശ്വാസപരമായ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ആണ് നാം പറഞ്ഞു വരുന്നത്. വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു, വേദക്കാരെക്കുറിച്ച് പറഞ്ഞു, പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ വീക്ഷണമാണ് ഞാനിവിടെ ഓതിവെച്ച ഖുർആൻ വചനങ്ങളിൽ പറയുന്നത്. അള്ളാഹു മനുഷ്യനെ ഖലീഫയായി തിരഞ്ഞെടുത്തു, ദൈവപ്രജയായി തിരഞ്ഞെടുത്തു. അവന് ജ്ഞാനം നൽകി, ആത്മീയത നൽകി, ഖിലാഫത്ത് നൽകി, പ്രജായത്വം നൽകി. അങ്ങനെ മനുഷ്യനെ സർവ്വവിധത്തിലും ആദരിക്കുകയും സൃഷ്ടികളിൽ മെച്ചപ്പെട്ടവരായി മാറ്റുകയും ചെയ്തു. ആദ്യത്തെ ഖലീഫ നമുക്കറിയാവുന്നതുപോലെ ആദമാണ്. ആദം ആദ്യത്തെ മനുഷ്യനല്ല, ആദ്യത്തെ ഖലീഫയാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. ഖുർആനിൽ ആല ഇമ്രാനിൽ പറയുന്നു, അള്ളാഹു ആദമിനെ തിരഞ്ഞെടുത്തു, നൂഹിനെയും തിരഞ്ഞെടുത്തു, ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തു എന്ന വാക്ക് പ്രസക്തമാകണമെങ്കിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കണം. ആദമിനെ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് എന്ന് ഖുർആൻ പറയുന്നു. ആ വിഷയം നമുക്ക് മറ്റൊരു ഖുത്ബയിൽ പരാമർശിക്കാം എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ആദം ആദ്യത്തെ ഖലീഫയാണ്. ആദ്യത്തെ ഖലീഫ എന്നുള്ള നിലക്ക് ആദം ഒരു പ്രവാചകനും കൂടിയാണ്. എന്ന് വെച്ചാൽ ഖലീഫയായ 1-ാം തീയതി മുതൽ മാനവരാശിയിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്? പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് നേർവഴി കാണിക്കാനും അവരെ സത്യസരണിയിലേക്ക് നയിക്കാനുമാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ സ്വാർത്ഥിയാണ്, ആർത്തിയുള്ളവനാണ്. ഈ സ്വാർത്ഥത അവനെ സത്യത്തിൽ നിന്ന് തെറ്റിക്കാൻ പര്യാപ്തമാണ്. അങ്ങനെ വരുമ്പോൾ അവനെ ശരിയായ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനാണ് പ്രവാചകന്മാർ നിയോഗിതരാകുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ഖലീഫ തന്നെ ആദ്യത്തെ പ്രവാചകനായി അള്ളാഹു നിശ്ചയിച്ചത്. ഇങ്ങനെ മനുഷ്യ സമൂഹത്തിൽ ആകമാനം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ലോകത്ത് ഒരു സമൂഹവും പ്രവാചകന്മാർ വരാത്തതായിട്ടുണ്ടായിട്ടില്ല. ഇത് ഖുർആൻ 35-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വചനമാണ്. ലോകത്ത് ഒരു സമൂഹവും പ്രവാചകന്മാർ വരാത്തതായിട്ടുണ്ടായിട്ടില്ല. അറേബ്യയിൽ മാത്രം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ മാത്രം അല്ല പ്രവാചകന്മാർ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യവാസം എവിടെയുണ്ടോ അവിടങ്ങളിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, ചൈനയിലുണ്ടായിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായിട്ടുണ്ട്. മനുഷ്യവാസമുള്ള എല്ലാ പ്രദേശത്തും പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് വേദം പറയുന്നു. എന്നാൽ ഖുർആൻ പരാമർശിച്ച പ്രവാചകന്മാർ അറബികൾക്ക് പരിചിതരായ പ്രവാചകന്മാരാണ്. അതാണ് സൂറത്തുൽ നിസായിൽ അല്ലാഹു പറയുന്നത്, ഇന്നാ ഔഹൈനാ ഇലൈക, നിനക്ക് നാം ബോധനം നൽകി, കമാ ഔഹൈനാ ഇലാ നൂഹിൻ, നൂഹിന് നാം ബോധനം നൽകിയതുപോലെ, വന്നബിയ്യീന മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാർക്കെല്ലാം ബോധനം നൽകിയതുപോലെ തന്നെയാണ് നിനക്കും ബോധനം നൽകിയിട്ടുള്ളത്. വഔഹൈനാ ഇലാ ഇബ്രാഹീമ, ഇബ്രാഹീമിന് നാം ബോധനം നൽകി, ഇസ്മായിലിന് നൽകി, ഇസ്ഹാക്കിന് നൽകി, യാക്കൂബിന് നൽകി, അവരുടെ തലമുറകൾക്ക് നൽകി. വഈസാ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാന, സുലൈമാനും ഹാറൂനിനും യൂനുസിനും അയ്യൂബിനും ഈസയ്ക്കുമെല്ലാം നാം ബോധനം നൽകി.
വആതൈനാ ദാവൂദ സബൂറ, ദാവൂദിന് നാം സങ്കീർത്തനങ്ങളും നൽകി. വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ചിലരുടെ കഥകളൊക്കെ, ചിലരുടെ ചരിത്രങ്ങളൊക്കെ നാം നിനക്ക് പറഞ്ഞു തരും. വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക, പലരുടെയും ചരിത്രം നാം നിനക്ക് പറഞ്ഞു തരുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാർ 25, 27, 30 ഒക്കെ നമുക്ക് ബൈബിളിൽ നിന്നും ഖുർആനിൽ നിന്നൊക്കെ പരതി പിടിച്ചാൽ കാണാൻ പറ്റും. ഖുർആൻ പറയുന്നു ചിലരുടെ കഥകൾ, ചരിത്രം മാത്രമേ നിനക്ക് പറഞ്ഞു തരുന്നുള്ളൂ. പലരുടെയും ചരിത്രം ലം നഖ്സുസ്ഹും അലൈക, പലരുടെയും ചരിത്രം നാം നിനക്ക് പറഞ്ഞു തരുന്നില്ല. ഇത് വെച്ചുകൊണ്ട് വേണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മനുഷ്യ സമൂഹത്തെ വിലയിരുത്താൻ. സെമിറ്റിക് പാരമ്പര്യത്തിൽ വന്ന പ്രവാചകന്മാരിൽ 10, 15, 20 ആളുകളുടെ പേര് പഠിച്ചിട്ട് അവർ മാത്രമാണ് പ്രവാചകന്മാരെന്ന മട്ടിൽ വിചാരിക്കുന്നത് വേദത്തിന് വിരുദ്ധമാണ്. ഇന്ത്യ പോലുള്ള, പ്രാചീന ഭാരതം പോലുള്ള ജ്ഞാനസമ്പുഷ്ടമായ രാജ്യം എന്ന സങ്കല്പത്തിനപ്പുറത്ത് ഭൂപ്രദേശങ്ങൾ, ഈ ഭൂപ്രദേശങ്ങളിലെല്ലാം എങ്ങനെയാണ് ഇത്ര ആഴത്തിലുള്ള ജ്ഞാന സമ്പത്തുണ്ടായത്? ഇവിടെ വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളുണ്ട്. 100 ചില്ലാനം വേദാന്തങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്. ഈ ജ്ഞാനത്തിൻ്റെ ആഴമുള്ള ജ്ഞാനത്തിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പൈതൃകമൊക്കെ എവിടുന്ന് കിട്ടി? അത് പ്രവാചകന്മാരിലൂടെ കിട്ടിയതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് പുണ്യപുരുഷന്മാരായോ അവതാര പുരുഷന്മാരായോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായോ ഒക്കെ സങ്കല്പിക്കുന്ന ശ്രീരാമനും ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും ഒക്കെ പ്രവാചകന്മാരായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, അവർ പ്രവാചകന്മാരാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാർ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട് അത്തരം ആളുകൾ. ഗവേഷകരായിട്ടുള്ള, എഴുത്തുകാരായിട്ടുള്ള, ചിന്താശീലരായിട്ടുള്ള പല പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചിലരൊക്കെ ശ്രീരാമനെക്കുറിച്ച് പറയുമ്പോൾ, പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ബഹുമാനാർത്ഥം പറയാറുള്ള അലൈഹിസ്സലാം പോലുള്ള വചനങ്ങൾ ശ്രീരാമനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചും ശ്രീബുദ്ധനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ അവരെ ഗുരുക്കന്മാരായി, പ്രവാചകന്മാരായി അംഗീകരിച്ചിട്ടുണ്ട്. ചൈനയിൽ കൺഫ്യൂഷ്യസ്, യേശുവിൻ്റെ മുമ്പേ വന്നിട്ടുള്ള ആളാണ് കൺഫ്യൂഷ്യസ്. അദ്ദേഹം പ്രവാചകനായിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. തമിഴ്നാട്ടിൽ തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ, അദ്ദേഹം യേശുവിന് മുമ്പേ ഉള്ള ആളാണ്. അദ്ദേഹവും പ്രവാചകനായിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെ നമ്മൾ മഹർഷിമാരായും മുനിമാരായും കണക്കാക്കപ്പെടുന്ന വേദവ്യാസനും അതുപോലുള്ള മഹർഷിമാരുമെല്ലാം പ്രവാചകന്മാരെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാം സോക്രട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ, പ്ലാറ്റോയെക്കുറിച്ച് പറയുമ്പോൾ, അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെയും പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ലോക ചരിത്രത്തിൽ നാം പണ്ടേ വായിക്കുന്ന പലതും പ്രവാചക ചരിത്രങ്ങളും പ്രവാചക കഥകളും പ്രവാചകന്മാരുടെ വചനങ്ങളുമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ, ഏതെങ്കിലും ഒരു സമൂഹത്തെ നാം പ്രവാചക പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുക സാധ്യമല്ല എന്നർത്ഥം. ഇപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് അവർ മാത്രമാണ് പ്രവാചകന്മാർ എന്ന് പറയാനൊക്കില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, വേദങ്ങളുണ്ടായിട്ടുണ്ട്, ജ്ഞാനമുണ്ടായിട്ടുണ്ട്, ബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ലോകത്തിലെ എല്ലാ ജ്ഞാന പാരമ്പര്യങ്ങളെയും സമീപിക്കാൻ. ഭാരതീയ വേദങ്ങളോ, അതെന്ത്, അത് വെറും കെട്ടുകഥ. കൺഫ്യൂഷ്യസിൻ്റെ വചനങ്ങളോ, അത് ആരോ ഉണ്ടാക്കിയത്? എന്ത് സോക്രട്ടീസ്, എന്ത് അരിസ്റ്റോട്ടിൽ, എന്ത് പ്ലാറ്റോ, എന്ത് തിരുവള്ളുവർ, എന്ത് തിരുക്കുറൾ എന്നിങ്ങനെ എല്ലാറ്റിനോടും ഒരു പുച്ഛഭാവത്തോടെ സമീപിക്കുകയും എന്നിട്ട് നമ്മുടേത് മാത്രം എന്തോ ഒരു മഹാസംഭവം എന്ന മട്ടിൽ പറയുകയും ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ വിവരണങ്ങൾക്ക് എതിരാണ്. അവരുടെ വ്യാഖ്യാനങ്ങളിൽ പിൽക്കാലത്തുണ്ടായിട്ടുള്ള അതിൻ്റെ മേധസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതെല്ലാറ്റിലും ഉണ്ടല്ലോ. മുഹമ്മദ് നബിക്ക് ശേഷം നമ്മൾ ഈ ഇസ്ലാമിനെ എങ്ങനെയൊക്കെ ആക്കി തീർത്തു, മുആവിയയും കൂട്ടരും എന്തൊക്കെ ചെയ്തു, ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ രീതിയിലാണ് പറയുന്നത്, ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ ഗ്രൂപ്പുകൾ, ഏതൊക്കെ വിഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ വിരുദ്ധങ്ങളായ രീതിയിൽ പറയുന്നില്ലേ? അതൊക്കെ ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും പ്രശ്നമാണോ? അല്ലല്ലോ. അതുപോലെ ഭാരതത്തിൽ കാണുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വേണ്ടാധീനങ്ങളും അത് ആ വേദങ്ങളുടെ പ്രശ്നമല്ല, ആ പ്രവാചകന്മാരുടെ പ്രശ്നമല്ല, പിൽക്കാലത്ത് പുരോഹിതന്മാരും ബ്രാഹ്മണന്മാരും ഉണ്ടാക്കി തീർത്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനെ ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ വേദങ്ങളുടെ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇത് തന്നെയാണ് ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും, ലോകത്ത് ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കേണ്ടത് ഖുർആനിൽ വിശ്വസിക്കുന്നവരുടെ ബാധ്യതയാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. ഖുർആൻ പറയുന്നു, എല്ലാ പ്രവാചകന്മാരിലും, നിനക്ക് അവതരിച്ചതിലും നിനക്ക് മുമ്പ് അവതരിച്ചതിലും എല്ലാറ്റിലും വിശ്വസിക്കുന്നവനാണ് വിശ്വാസി.
അങ്ങനെ വിശ്വസിച്ചാൽ മതിയോ? പോരാ. പിന്നെയോ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകൻ്റെയും ഇടയിൽ, പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കാവതല്ല. ഇന്നയാൾ ഉഷാർ, ഇന്നയാൾ താഴ്ന്നത്, ഇന്നയാൾ മുന്തിയത്, ഇന്നയാൾ മേലെ, ഇന്നയാൾ മഹാൻ, ഇന്നയാൾ മുഹാൻ, ഇത് പറയാൻ പാടില്ല. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ ആദരണീയരാണ്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ മാതൃകയാണ്. എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലത്തും പ്രസക്തരാണ്. ഇത് നമ്മളുടെ അടിസ്ഥാന വിശ്വാസമാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസമാണ്. ഞാനിവിടെ പറയുന്നതെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ മാത്രമാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനേക്കാൾ താഴെയല്ല, ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനേക്കാൾ മേലെയല്ല. എല്ലാ പ്രവാചകന്മാരും തുല്യരാണ്. ഒരു പ്രവാചകർക്കിടയിലും ഭേദം കൽപ്പിക്കാവതല്ല. ഇത് ഖുർആനിൻ്റെ അച്ചട്ടായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഒരിടത്ത് മാത്രമല്ല, രണ്ടിടങ്ങളിൽ ഖുർആൻ ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകൻ്റെയും ഇടയിൽ ആമന റസൂലുൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഖൂലു ആമന്നാ ബില്ലാഹ്, ഖുർആൻ പറയാണ്, നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, നമ്മളിലേക്ക് അവതരിച്ച ഖുർആനിലും വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇല ഇബ്രാഹിം, ഇബ്രാഹിമീൻ അവതരിച്ചതിലും വിശ്വസിക്കുന്നു. ഇസ്മായിലിന് അവതരിച്ചതിലും വിശ്വസിക്കുന്നു. ഇസ്ഹാക്കിലും യാക്കൂബിലും അവരുടെ തലമുറകളിലും. വമാ ഊതിയ മൂസ വഈസ, ഈസാ നബിക്കും മൂസാ നബിക്കും അവതരിച്ചതിലുമെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം, മറ്റ് പ്രവാചകന്മാർക്കെല്ലാം അവതരിച്ചതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഞങ്ങൾ ഒരു തരത്തിലും ഭേദം കൽപ്പിക്കുന്നില്ല. അവർക്കിടയിൽ ഒരു തരത്തിലും ഞങ്ങൾ ഭേദം കൽപ്പിക്കുന്നില്ല. ഇത് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഭേദം കൽപ്പിക്കാൻ പാടില്ല. പ്രവാചകന്മാർ, ഒരു പ്രവാചകൻ വന്നതോടുകൂടി മറ്റേ പ്രവാചകൻ ദുർബലപ്പെട്ടത്രേ. അങ്ങനെയാണ്. ഇനിയിപ്പോൾ പ്രവാചകന്മാർ വന്നാലും അവരൊന്നും പ്രവാചകന്മാരാവില്ല, പ്രവാചകന്മാർ വരില്ല. ഈ പറയുന്ന കൂട്ടർ തന്നെയാണ് ഈസാ നബി വരുമെന്നും പറയുന്നത്. പ്രവാചകന്മാർ, ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനേക്കാൾ താഴെയോ മേലെയോ അല്ല എന്നതുപോലെ പ്രസക്തമാണ്. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനെ ദുർബലപ്പെടുത്തുന്നില്ല. ഞാൻ വന്നതോടുകൂടി മറ്റതൊക്കെ അങ്ങ് പോയി. അങ്ങനെയാണ്. മോഡി വന്നതോടുകൂടി മൻമോഹൻ സിംഗ് ദുർബലപ്പെട്ടതുപോലെ മുഹമ്മദ് നബി വരുന്നത് പോലെ വരുന്നതോടുകൂടി ഈസാ നബി ദുർബലപ്പെടുമോ? അതുപോലെ മറ്റ് പ്രവാചകന്മാർ ദുർബലപ്പെടുമോ? ഒരിക്കലും ദുർബലപ്പെടില്ല. ഓരോ പ്രവാചകനും പൂർവ്വ പ്രവാചകനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അവരെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അവരുടെ നിലപാടുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിക്കുന്നവരെല്ലാം മോക്ഷത്തിനർഹരാണ്. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ഇനി പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ഖുർആനിൻ്റെ മറ്റായത്തുകൾ നോക്കാം. ഒരുപാട് ആയത്തുണ്ട്. 2 ആയത്തുകൾ മാത്രം നമുക്ക് സാമ്പിളിന് നോക്കാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, ഒരു ദൈവദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, ധാരാളം പ്രവാചകന്മാർ അദ്ദേഹത്തിന് മുമ്പ് വന്നു പോയിട്ടുണ്ട്. ഇത് സൂറ ആല ഇമ്രാനിൽ 144-ാമത്തെ വചനം. മുഹമ്മദ് ഒരു ദൈവദൂതൻ മാത്രമാണ്, ധാരാളം പ്രവാചകന്മാർ അദ്ദേഹത്തിന് മുമ്പ് വന്നു പോയിട്ടുണ്ട്. ഇതേ വചനം മറ്റൊരിടത്ത് പറയുന്ന നോക്കും, മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂലുള്ളാ, മറിയമിൻ്റെ മകൻ മിശിഹ ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. ഇത് മാഇദ സൂറത്തിൽ 75-ാമത്തെ വചനമാണ്. പേര് മാത്രം മാറ്റം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂൽ എന്ന് വെച്ചാൽ ഇവരൊക്കെയും ഒരു തുടർച്ചയുടെ കണ്ണികളാണ്, ഒരു വലിയ ശൃംഖലയുടെ കണ്ണികളാണ്. ആ കണ്ണികൾ ഒരേ സത്യം പ്രബോധനം ചെയ്തു. വ്യത്യസ്തങ്ങളായ ഭാഷയിൽ, വ്യത്യസ്തങ്ങളായ ആവിഷ്കാര രീതിയിൽ ഒരേ സത്യമാണ് പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കാവതല്ല. എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ വിശ്വസിക്കുകയും ഒരുപോലെ അംഗീകരിക്കുകയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യണം. നിങ്ങൾക്ക് ഒരാളെ ഫോളോ ചെയ്യാം. നിങ്ങൾ മുഹമ്മദ് നബിയെ ഫോളോ ചെയ്യുന്നു, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഫോളോ ചെയ്യാം. പക്ഷേ മറ്റ് പ്രവാചകന്മാരിലൊക്കെ ഒരേ രീതിയിൽ മുഹമ്മദ് നബിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ അളവിൽ മറ്റ് പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ഫോളോ ചെയ്യേണ്ടത് ഒരാളെയാണ്. നിങ്ങൾക്ക് ഈസാ നബിയെ ഫോളോ ചെയ്യാം. ഈസാ നബിയിൽ വിശ്വസിക്കുന്ന അതേ അളവിൽ മറ്റ് പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. നിങ്ങൾക്ക് മൂസാ നബിയെ ഫോളോ ചെയ്യാം, അതേ അളവിൽ മറ്റ് പ്രവാചകന്മാരിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ഞങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണോ? ഞങ്ങൾ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണോ? അല്ല. പിന്നെയോ നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് മൗദൂദി പറഞ്ഞതാ, ഇത് മൗദൂദിയും കൂടി പറഞ്ഞതാ. എന്ന് വെച്ചാൽ നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ താല്പര്യം. അപ്പോൾ നിഷേധിക്കാതിരുന്നാൽ മതി. ഒരു നബിയെ ഫോളോ ചെയ്യാം, മറ്റ് പ്രവാചകന്മാരെ നിഷേധിക്കാതിരുന്നാൽ മതി. ഇതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ താല്പര്യം. ഇനി
സലഫികളും മറ്റും കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ ഇബ്നു തൈമിയ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു നോക്കാം. ഇബ്നു തൈമിയ പറയുന്നത് യജൂദു ദിക്റു മനാഖിബൽ അംബിയ, അമ്പിയാക്കളുടെ മഹത്വം നിങ്ങൾക്ക് പറയാം, പക്ഷേ വലാ യജൂസു തഫ്ദീല ബൈനഹും, അവർക്കിടയിൽ ഏറ്റക്കുറച്ചിൽ പറയാൻ പാടില്ല, അത് അനുവദനീയമല്ല. ലാ യജൂസു അൻ തഖൂല ഇന്ന മുഹമ്മദൻ അഫ്ദലു ഖൽഖില്ല, മുഹമ്മദ് നബിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ എന്ന് പറയുക സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്ത് അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ അരികിൽ ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൈറൽ ബരിയ, മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകരെ എന്ന് അഭിസംബോധന ചെയ്തു. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ദാക്ക ഇബ്രാഹിം, നിങ്ങൾ അപ്പറഞ്ഞ ആൾ ഇബ്രാഹിം നബിയാണ്, ഞാനല്ല എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പറയുന്നു, പ്രവാചകന്മാർക്കിടയിൽ മേലെ താഴെ എന്ന് ഭേദം കൽപ്പിക്കുന്നത് അനുവദനീയമല്ല, ഹറാമാണ്. ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് വർഗീയതയുടെ അല്ലെങ്കിൽ വിഭാഗീയതയുടെ അല്ലെങ്കിൽ തങ്ങളുടെ ശുദ്ധിവാദത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കുകയും ആ പ്രവാചകൻ ദുർബലപ്പെട്ടു, ആ പ്രവാചകൻ്റെ ശരീഅത്ത് ദുർബലപ്പെട്ടു, ആ പ്രവാചകൻ്റെ വേദം ദുർബലപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നത് ഖുർആനികമായ അധ്യാപനങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. മുഹമ്മദ് നബി അംഗീകരിക്കുന്നു, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു. കാരണം മുഹമ്മദ് നബിയാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെക്കുറിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് ഈസാ നബിയെയോ അല്ലെങ്കിൽ മൂസാ നബിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകനെയോ താഴ്ത്തിക്കെട്ടാനുള്ള, ചെറുതായി കാണാനുള്ള ലൈസൻസ് അല്ല. ഒരാൾ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു എങ്കിൽ അയാൾക്ക് മുഹമ്മദ് നബിയെ ചെറുതായി കാണാനുള്ള ലൈസൻസ് അല്ല. അത് എല്ലാ പ്രവാചകന്മാരെയും മഹാഗുരുക്കന്മാരായി കാണണം, എല്ലാ പ്രവാചകന്മാരിലും മാതൃകയുണ്ടെന്നറിയണം, എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ സന്ദേശം സ്വീകരിച്ച സ്വീകരണികളാണെന്ന് ഓർക്കണം, അവരൊക്കെയും വിശുദ്ധരാണ്. ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമാണ് വിശ്വാസി എന്ന് പറയുക. ഇതാണ് വിശ്വാസത്തിൻ്റെ കാതലായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനം. ഇങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ചെന്നെത്തുന്ന അബദ്ധം എന്താണെന്നറിയാമോ? അത് ഒരു പ്രവാചകനെ ഏതെങ്കിലും തരത്തിൽ നിന്ദിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. കിണറ്റിലെ വെള്ളം ഒരു തുള്ളി, ആ ഒരു തുള്ളിയിൽ മാത്രം ഞാൻ വിഷമുറ്റിക്കുന്നുവെങ്കിൽ സംഭവിക്കുന്നത് എല്ലാ തുള്ളിയും വിഷമയമായി തീരുന്നു എന്നുള്ളതാണ്. പ്രവാചകന്മാർ ജലബിന്ദുക്കളെ പോലെയാണ്, ജലത്തുള്ളികൾ പോലെയാണ്. ആ വെള്ളത്തുള്ളിയിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുമ്പോൾ എല്ലാവരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഒന്ന് മോശമാണെന്ന് പറയുമ്പോൾ എല്ലാം മോശമാണെന്ന് പറയുന്നതിന് തുല്യമാണ്. ഇത് നമ്മൾ അറിയണം. പ്രവാചകന്മാർ ഗുരുക്കന്മാരാണ്, വഴികാട്ടികളാണ്, അവരെല്ലാവരും വിളക്കുമാടങ്ങളാണ്. അതെല്ലാം കത്തിച്ചിരിക്കുന്നത് ഒരേ സ്രോതസ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരിൽ ഒന്ന് എന്ന അർത്ഥത്തിൽ പറയാൻ പാടില്ല. എല്ലാം ഒരുപോലെ വെളിച്ചം വിതറുന്ന, എപ്പോഴും പ്രസക്തമായി നിൽക്കുന്ന. ഒരാൾ പറയുന്നു ഞാനിപ്പോൾ ഇബ്രാഹിം നബിയാണ് പിൻപറ്റുന്നത്, അയാൾക്ക് പിൻപറ്റാം, വത്തബിഉമില്ലത്ത ഇബ്രാഹിം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുണ്ടോ ഇതുണ്ടോ അങ്ങോട്ട്, അത് അയാളുടെ പ്രശ്നമാണ്, അത് അയാളുടെ പ്രശ്നമാണ്. ഈ അടുത്ത് 1-2 പ്രഭാഷണങ്ങളിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു, ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുണ്ടോ? അതുകൊണ്ടത് ശരിയല്ല. ഞാൻ ചോദിക്കുന്നു, ഖുർആൻ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അല്ലേ? വിശ്വാസികൾ വാക്കുപാലിക്കുന്നവരാണ്, അവർ വിശ്വസ്തത പുലർത്തുന്നവരാണ്, അവർ നിസ്കാരത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നവരാണ്, അവർ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണെന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു വിശ്വാസിയെ കാണിച്ചു തരാനൊപ്പോ? ഇല്ല എന്നുള്ളതുകൊണ്ട് ഖുർആൻ പറയുന്നത് തെറ്റാവോ? എങ്കിൽ ഇത് മാത്രം എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഖുർആൻ പറയുന്നു പൂർവ്വവേദങ്ങൾ സത്യമാണ്. അപ്പോൾ ഈ പുരോഹിതന്മാർ ചോദിക്കും, പൂർവ്വവേദങ്ങൾ അവിടെ കാണിച്ചു തരുമോ മൗലവി? ഖുർആൻ പറയുന്നു മറ്റ് പ്രവാചകന്മാരൊക്കെയും സത്യമാണ്. അപ്പോൾ അവർ പറയും മറ്റ് പ്രവാചകന്മാരുടെ ശരീഅത്ത് അവിടെ കാണിച്ചു തരൂ. ഞാൻ പറയുന്നത് ഖുർആനാണ്, നിങ്ങൾ പറയുന്നത് നാടൻ ന്യായമാണ്, വെറും തർക്കമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഖുർആൻ പറയുന്നത് ശരിയോ തെറ്റോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഖുർആൻ പറയുന്നത് ശരിയോ തെറ്റോ? ഖുർആൻ പറയുന്നു പൂർവ്വവേദങ്ങളനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് മോക്ഷമുണ്ട്. ഖുർആൻ പറയുന്നു എല്ലാ പ്രവാചകന്മാരിലും മാതൃകയുണ്ട്. ഖുർആൻ പറയുന്നു ഏത് പ്രവാചകനെ പിൻപറ്റിയാലും രക്ഷയുണ്ട്. ഖുർആൻ പറയുന്നതാണോ ശരി, അതല്ല നിങ്ങൾ പറയുന്നതാണോ? അത് പിൻപറ്റുന്നയാളുടെ പ്രശ്നമല്ലേ. ഒരാൾ ഇഞ്ചിയിൽ പിൻപറ്റുന്നു, ഒരാൾ സബൂർ പിൻപറ്റുന്നു, ഒരാൾ ഈസാ നബിയെ പിൻപറ്റുന്നു, അത് അയാളുടെ പ്രശ്നമാണ്. എന്തിനാ ഞങ്ങൾക്ക് ബേജാറ്? ഇത് ഖുർആൻ പറഞ്ഞതല്ലേ, ഖുർആൻ ശരിപ്പെടുത്തുന്നതല്ലേ. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിയാണെന്ന് പറയാനുള്ള ആധികാരികത ശരിയാണെന്ന് പറയപ്പെടുന്നതിനേക്കാൾ മേലെയല്ലേ. അയാൾ ശരിയാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ അയാൾ ശരിയാണെന്ന് പറയാനുള്ള ഒരു ഓതൻറ്റിസിറ്റി എനിക്കുണ്ടാവണമല്ലോ. ഖുർആൻ പറയുന്നു ബൈബിൾ ശരിയാണ്, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ ശരിയാണ്, തോറ ശരിയാണ്, ഈസാ നബി ശരിയാണ്, മൂസാ നബി ശരിയാണെന്ന് ഖുർആൻ പറയുമ്പോൾ ഖുർആന് അതിന് ആധികാരികതയുണ്ടെന്നല്ലേ അർത്ഥം. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ
അത്രമാത്രം ബുദ്ധിപരമായി താഴ്ന്നു പോയോ നമ്മൾ? അപ്പോൾ മറ്റുള്ളതിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് മഹത്വമാണ്, മറ്റുള്ളതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് സാധ്യതയാണ്, വിശാലതയാണ്. അതാണ് ഖുർആനിൻ്റെ വിശാലത. അപ്പോൾ പൂർവ്വ പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കാതെ എല്ലാ പ്രവാചകന്മാരെയും ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഞാൻ പറയുന്നു, ചില പ്രവാചകന്മാരെക്കുറിച്ച് അലൈഹിസ്സലാം എന്നും ചില പ്രവാചകന്മാരെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് പോലും പ്രശ്നമാണ്. അത്ര പോലും ഒരു തഫ്സീൽ പാടില്ല, അത്ര പോലും ഭേദം കൽപ്പിക്കാൻ പാടില്ല. വാക്കുകളിൽ പോലും നമ്മളൊക്കെ ഇപ്പോൾ ശീലിച്ചതിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹിൻ്റെ പേര് വെക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബിയുടെ പേര് വെക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയും. അതൊരു ശീലം മാത്രമാണ്. ബോധപൂർവ്വം അതുപോലും മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നർത്ഥം. എല്ലാ പ്രവാചകന്മാരെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ള വേറെ വിഷയം. ഇനി അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? ഈസാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉസ്താദ് മർഹൂം KT അബ്ദുൽ റഹീം, അദ്ദേഹം ഏത് പ്രവാചകൻ്റെ പേര് പറയുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടു നോക്ക്, വാക്കുകളിൽ പോലും ഭേദം കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇതാണ് ശരിക്കും മാതൃക. പ്രവാചകന്മാർക്കിടയിൽ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും അംഗീകാരം കൊണ്ടും ഒരേ അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴാണോ വരുന്നത്, അപ്പോഴാണ് ഖുർആൻ പറയുന്ന വിശ്വാസിയുടെ ഗണത്തിലേക്ക് നമ്മൾ പെടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദില്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. നമുക്ക് നമ്മുടെ ഗുരുവിനെക്കുറിച്ച്, നമ്മുടെ പിതാവിനെക്കുറിച്ച്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെക്കുറിച്ച് പറയുമ്പോൾ നല്ല വചനങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് മറ്റുള്ളവരെ നിന്ദിക്കലാകുന്നില്ല. ഉദാഹരണം, എൻ്റെ ഉപ്പ മഹാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ നല്ല മനുഷ്യനാണ്, എൻ്റെ ഉപ്പ നാട്ടിലെ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ ഗുരു ശ്രേഷ്ഠനാണ്, അദ്ദേഹം വലിയ ജ്ഞാനിയാണ് എന്നൊക്കെ ഒരാൾ പറയുന്നുവെങ്കിൽ അത് മറ്റൊരാളെ നിന്ദിക്കലാകുന്നില്ല. ഇപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബി എൻ്റെ നേതാവാണ്, മുഹമ്മദ് നബി ശ്രേഷ്ഠനാണ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ മഹാദൂതനാണ്, ലോകത്തിൻ്റെ മഹാഗുരുവാണ് എന്ന് പറയുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് മറ്റ് പ്രവാചകന്മാരുമായി കമ്പയർ ചെയ്ത് അവരെ താഴെയോ മേലെയോ ആക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഇതാണ് യഹൂദർക്ക് സംഭവിച്ചത്, ഇതാണ് ക്രൈസ്തവർക്ക് സംഭവിച്ചത്, ഇതാണ് പലപ്പോഴും പല സമുദായ സംഘങ്ങൾക്കും സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗുരുവിനെ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന പ്രവാചകനെ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന വേദത്തെ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആദർശത്തെ, ആശയത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നതിലൊരു കുറ്റമില്ല. പക്ഷേ അത് ശുദ്ധിവാദത്തിലേക്കോ സാമുദായികതയിലേക്കോ മറ്റുള്ള ഒന്നിനെ ഇകഴ്ത്തുന്നതിലേക്കോ എത്തുമ്പോഴാണ് ഖുർആനിക വിരുദ്ധമാകുന്നത്. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ സയ്യിദി എന്ന് പറയും, മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫുറത്തുൽ ഐനാണെന്ന് പറയും, എൻ്റെ കൺകുളിർമയാണെന്ന് പറയും. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വെളിച്ചമാണെന്ന് പറയും, സിറാജും മുനീർ എന്ന് പറയും. അതൊന്നും മറ്റ് പ്രവാചകന്മാരുടെ സ്ഥാനത്തെ താഴ്ത്തുന്നില്ല. മാത്രമല്ല മറ്റ് പ്രവാചകന്മാരുടെ സ്ഥാനവും അത്രത്തോളം തന്നെയാണെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. ഇത് രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ രണ്ടിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരു മഹത്വപ്പെട്ട വാക്കും പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. മുഹമ്മദ് നബിയുടെ മനാക്കിബുകൾ, മുഹമ്മദ് നബിയുടെ ഫലായിലുകൾ, മുഹമ്മദ് നബിയുടെ ദർജകളൊക്കെ നമുക്ക് പറയാം. ആ പറയുന്നത് മറ്റൊരു പ്രവാചകനെ ഇകഴ്ത്തുന്നിടത്ത് എത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ തീവ്രമായ ആശയഗതികളുള്ള ആളുകൾ ചിലപ്പോൾ പറയും മുഹമ്മദ് നബിയെ സയ്യിദി എന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞാളേ. മുഹമ്മദ് നബിയെ സയ്യിദി എന്ന് വിളിക്കരുത്, എൻ്റെ നേതാവേ എന്ന് വിളിക്കരുത്. ഖുർആൻ തന്നെ പറയുന്നു സയ്യിദൻ വ ഹസൂറൻ വ നബിയ്യൻ മിനസ് സാലിഹിൻ. യഹ്യാ നബിയെക്കുറിച്ച് സയ്യിദ് എന്ന് പറയുന്നു. അപ്പോൾ അത് മുഹമ്മദ് നബിയെക്കുറിച്ച് വിളിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള തീവ്രമായ ചിന്താഗതിക്കാരുണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് ആരെങ്കിലും ഒരു മൗലൂദിലെ 2 വരികൾ ഓതി, അന്ത ഉമ്മുൻ അം അബു മാറൈന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ശിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കും. അങ്ങനെയൊന്നുമില്ല. മുഹമ്മദ് നബിയെക്കുറിച്ച് നമ്മുടേതായ ഭാവനയിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് എൻ്റെ ഗുരു എന്ന നിലക്ക്, എൻ്റെ പ്രവാചകൻ എന്ന നിലക്ക്, എൻ്റെ വെളിച്ചം എന്ന നിലക്ക് എനിക്ക് മുഹമ്മദ് നബിയെക്കുറിച്ച് പ്രകീർത്തനങ്ങൾ എഴുതാം, വായിക്കാം, പാടാം, ആസ്വദിക്കാം, ഒക്കെ ചെയ്യാം.
അതൊന്നുമല്ല ഇവിടെ പ്രശ്നം എന്താണ്? പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കുക, അവർ ദുർബലപ്പെട്ടു, അവർ കാലഹരണപ്പെട്ടു എന്ന് പറയുന്നതാണ് പ്രശ്നം. അത് പാടില്ലെന്നേ ഈ പറഞ്ഞതിനർത്ഥമുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.